നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് കിട്ടും. നല്ല തിളക്കത്തോടു കൂടിയുള്ള ഒരു സ്കിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ചുളിവുകൾ ഒത്തിരി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ടൈറ്റാക്കി വെക്കാൻ സഹായിക്കുന്നു. ഏജ് കഴിയുമ്പം തൊട്ട് നമ്മുടെ മുഖത്തെ തിളക്കം നഷ്ടപ്പെടും, റിങ്കിൾസ് ഉണ്ടാകും, സ്കിന്ന് സാഗ് ചെയ്യാൻ തുടങ്ങും. അതിനായിട്ടുള്ള അടിപൊളി ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ഏജ് ആയാലും ഒരു 60-70 വയസ്സായാലും നമ്മുടെ മുഖമൊക്കെ നല്ല യങ്ങായിട്ടിരിക്കാനായിട്ട്, മുഖം മാത്രമല്ല നമ്മുടെ ശരീരം മൊത്തം യങ്ങായിട്ടിരിക്കാനായിട്ടൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് എന്താണ്? നമ്മുടെ മുഖമാണ്. മുഖവും കഴുത്തുമാണ് എല്ലാവർക്കും പെട്ടെന്ന് നോട്ടം ചെല്ലുന്നത് അല്ലേ. എത്ര ഏജ് ആയാലും നമുക്ക് മുഖത്തോട്ടല്ല എല്ലാവരും നോക്കുന്നത്. അയ്യോ പോയല്ലോ, അയ്യോ എൻ്റെ മുഖത്തെല്ലാം ചുളിവ് വന്നല്ലോ, അല്ലെങ്കിൽ സ്കിന്നെല്ലാം ഒരുമാതിരി ആയല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ മുഖത്ത് നോക്കിയല്ലേ പറയാറുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കുറച്ചെങ്കിലും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്കുകളും ഫേസ് ക്രീമുകളും ഫേസ് സിറവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നും അതുപോലുള്ള നല്ല സ്കിന്ന് ടൈറ്റ് ആവാനായിട്ടും റിങ്കിൾസ് കുറയാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ റിങ്കിൾസ് കുറഞ്ഞു കിട്ടും, മുഖത്ത് നല്ല തിളക്കം കിട്ടും, അതുപോലെ തന്നെ സ്കിൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഈ 51-ാമത്തെ വയസ്സിലും ഞാൻ ഇതുപോലുള്ള പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഈ സ്കിന്ന് ഇത്രയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്കൂടെ അത് ഷെയർ ചെയ്യാറുണ്ട്. റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ എന്താണ് ഇത്, അതുപോലെ നമ്മുടെ മുഖത്തെ ടാൻ മാറി കിട്ടും, എല്ലാം മാറി കിട്ടാനായിട്ടൊക്കെ നല്ലൊരു ഫേസ് പാക്കാണ്. ഇതിനൊക്കെ നല്ല തിളക്കവും നല്ല യുവത്വം നിലനിർത്താനായിട്ടും ഒരു 60-70 വയസ്സായാലും നമ്മുടെ സ്കിന്നിന് അധികം പ്രായം ഒരു 10 വയസ്സ് എന്തായാലും കുറഞ്ഞു തോന്നിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നോക്കിയാലോ. എന്നാൽ എൻ്റെ മുത്തുമണികളെല്ലാം ഒന്ന് ഓടി വന്നേ. നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ഫ്ലാക്സ് സീഡ് എടുക്കാം കേട്ടോ. ഇത് കേടാകാതെ ഇരുന്നോളൂ. അപ്പം നമുക്കതൊന്നൊരു പാത്രത്തിലേക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകുന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് സ്കിൻ ഡോക്ടറൊക്കെ കണ്ട് ബോട്ടൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് കൊണ്ട് കേട്ടോ. അതിന് പകരം നല്ല ധാരാളം കൊളോജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് ഉള്ളിലോട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. തടി കുറയ്ക്കാനൊക്കെ വണ്ണം കുറയ്ക്കാനായിട്ടും ഒക്കെ നമുക്ക് ഉള്ളിലോട്ടും കഴിക്കാം. അപ്പം നല്ല രീതിയിൽ സ്കിന്നിന് റിങ്കിൾസ് കുറയാനും സ്കിന്ന് ടൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ചൂടായി കഴിയുമ്പം ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട് ഇത്. അപ്പം ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. എല്ലാം മൊത്തം പൊട്ടി തീരാൻ നിൽക്കണം, കരിഞ്ഞു പോകും. ചെറുതായിട്ട് അവിടെ ഇവിടെ പൊട്ടുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ. നന്നായിട്ട് തണുത്തില്ലെങ്കിലും കുറച്ചൊന്ന് തണുക്കട്ടെ കേട്ടോ, ചൂടൊന്ന് ആറട്ടെ. അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മെയ്സ് പൊടിയൊക്കെ പൊടിപ്പിക്കുമ്പോൾ ഒരു മണമാണ്, നല്ലൊരു മണം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ മണം പൊടിച്ചെടുത്തപ്പോൾ. അപ്പോൾ ഇതിൻ്റെ പൊടി നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാവേ. ഒരു പേപ്പറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാം. നൈസായിട്ട് പതുക്കെ പൊടി വീഴത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നൈസ് പൗഡറായിട്ട് നല്ലതായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അരിച്ചെടുത്തതിൻ്റെ ഈ ഒരു തരിതരിപ്പ് ഇത് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് പാലിലോ അല്ലെങ്കിൽ തേനൊക്കെ ഒഴിച്ചോ ഒരു സ്ക്രബിങ് ആയിട്ട് നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാം. ഇതൊരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒരു ഡബ്ബയിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫ്ലാക്സ് സീഡ് ഇങ്ങനെ ഉണ്ടാക്കി മെനക്കെടാതെ ഇങ്ങനെ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടുള്ള പായ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഒരു നല്ല പ്രോട്ടീൻ പൗഡറോടെ കൂടിയാണ്. തടി കുറയാനായിട്ടും ധാരാളം കൊളോജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ കൂട്ടത്ത് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ബദാമും ഒക്കെ ചേർത്ത് പൊടിച്ച് എല്ലാ സാധനവും പൊടിച്ച് അങ്ങനെയുള്ള സാധനമെല്ലാം പൊടിച്ച് ഒരു പ്രോട്ടീൻ പൗഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് പാലിനകത്ത് ഓരോ സ്പൂൺ രാത്രിയിൽ കിടക്കാൻ നേരിട്ട് കുടിച്ചിട്ട് കിടന്നാൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ്, വലിയവർക്കും നല്ലതാണ് കേട്ടോ. പ്രായഭേദമന്യേ ഉപയോഗിക്കാം.
ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണം ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചാണ്, വെള്ളം ഒന്നും ചേർക്കാതെ. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ നമുക്കെടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് അളവിലെടുക്കാം. ഇത് കുഞ്ഞു സ്പൂണാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പൊടിച്ച് ഇതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചാൽ ഒരു ഡബ്ബ, ഉണങ്ങിയ ഡബ്ബയ്ക്കകത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതിലേക്ക് വേണ്ട കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൊക്കെ നിലനിർത്താനായിട്ടും ഒക്കെ കോൺഫ്ലവർ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലവറിൽ നിന്നും ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവറോട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കോൺഫ്ലവറോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ട ഹണിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഹണിയും കൂടെ ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടോ, കോൺസ്ട്രാച്ച്, അതായത് കോൺഫ്ലവർ. അത് നമ്മുടെ സ്കിന്നെ ടൈറ്റ് ആവാനായിട്ടും നമ്മുടെ സ്കിന്നിലല്ല ഒരു എലാസ്റ്റിക്കത നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സൂക്ഷിക്കാനും ഒക്കെ ഒരു നമ്മുടെ ഒരു കോൺഫ്ലവർ നല്ലതാണ്. അതുപോലെ തന്നെ ഫ്ലാക്സീഡിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വെയിലൊക്കെ അടിക്കാറില്ലേ, വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലോട്ട് അത് വെയിലടിക്കാതെ, ആ സൂര്യരശ്മികൾ അടിക്കാതിരിക്കാനായിട്ട്, അടിച്ചാലും നമ്മുടെ സ്കിന്നിന് വേറൊരു ഡാമേജും വരാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരുപാട് നല്ലതാണ്. നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രായത്തെ ചെറുക്കാൻ, ഒരുപാട് പ്രായത്തെ തടയാനായിട്ട് ഉള്ള കണ്ടന്റ് എല്ലാം ഇതിനകത്തുണ്ട്. അത് ഒത്തിരി ഗുണങ്ങളുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലൂടെ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിലിടാം. അപ്പം ഞാൻ ഫേസിൽ എന്തെങ്കിലും ഇട്ടിട്ടൊക്കെ ഇടന്ന് ക്ലീൻ ചെയ്യുക. ഞാനിപ്പോൾ ഫേസിലൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഒന്ന് മുഖമെല്ലാം ഒന്ന് കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫേസിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ റിങ്കിൾസ് ഒക്കെ ഉള്ള, കഴുത്തിലൊക്കെ റിങ്കിൾസും ഒക്കെ ഉള്ള ആൾക്കാർ, ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിലൂടെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. നമുക്ക് സ്കിന്ന് ടൈറ്റ് ആകുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന് ചുളിവുകളും ഇതെല്ലാം കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ മേളിലോട്ട് തേച്ച് കൊടുക്കുക. അത്യാവശ്യം തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തുള്ള പായ്ക്കൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മേളിലോട്ടേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പം നമ്മളെന്താണ്, ഇതിനിച്ചിരി സമയം കണ്ടെത്തി തന്നെ നമുക്ക് റിങ്കിൾസ് ഒക്കെ കുറയണോ, സ്കിന്ന് നല്ല ടൈറ്റ് ആക്കണോ, സാഗിങ് സ്കിൻ ഒഴിവാക്കണോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെട്ട് തന്നെ ഇത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ മിക്സ് ചെയ്താൽ ഇങ്ങനെ അതിൻ്റെ ഒലിച്ചൊലിച്ചിറങ്ങും. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ടൈറ്റനിങ് മാസ്ക് ആയിട്ടാണ് നമ്മളിത് ഇടുന്നത് കേട്ടോ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും, അതായത് നിങ്ങൾക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നിങ്ങളൊന്ന് ഒരു സ്പ്രേയർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെറും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ സെറ്റാക്കി വെക്കുക. അപ്പോൾ കുറച്ചും കൂടി അബ്സോർവ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് വെക്കുക. ടോട്ടൽ 20 മിനിറ്റാണ് വെക്കേണ്ടത്. 5 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം. അതിനുശേഷം ബാക്കി ഒരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം റിമൂവ് ചെയ്യുന്ന കാര്യവും ഇതെങ്ങനെയാണ്, അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളിത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മുഖമെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഈ ചൂട് സമയമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നല്ല രീതിയിൽ സ്കിന്ന് നല്ലതായിട്ട് ടൈറ്റ് ആകും. 20 മിനിറ്റ് ഒന്നും ആയില്ലല്ലോ, അതിന് മുമ്പ് തന്നെ ആകും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സ്കിന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അത് അതേപടി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തുടച്ച് മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാം. തൊട്ട് കൊടുത്തതിന് ശേഷമേ നമ്മളൊന്ന് തുടച്ചെടുക്കാവുള്ളൂ. ഇത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിലും കഴുകാം, തണുത്ത വെള്ളത്തിലും കഴുകാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റാം. സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് കൊടുക്കും, നല്ല തിളക്കവും കൊടുക്കും കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ. ഇത് നന്നായിട്ട് ഇതുണ്ടോ, സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന്.
അത് ചെയ്ത് തന്നെ നിങ്ങൾ അറിയണം, അല്ലാതെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തില്ല. നല്ലതായിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ടും നല്ല തിളക്കം കൂട്ടാനായിട്ടും നല്ല രീതിയിൽ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന ഒരു പായ്ക്കാണ്. മാറ്റിയിട്ടുണ്ട്, ഇതുണ്ടോ, നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് കിട്ടും. നല്ല തിളക്കത്തോടു കൂടിയുള്ള ഒരു സ്കിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ചുളിവുകൾ ഒത്തിരി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു, അതുപോലെ തന്നെ സ്കിന്ന് നല്ല ടൈറ്റായിട്ട് വെക്കാൻ സഹായിക്കുന്നു. അപ്പം നമുക്ക് നല്ലൊരു ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാം നമ്മുടെ സ്കിന്നിൻ്റെ തൊടുമ്പത്തിനും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈനി സ്കിന്നായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിങ്കിൾസ് എല്ലാം നല്ലവണ്ണം കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.